Hi, good morning. നിങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ഞാൻ ഫിസിയോതെറപ്പിസ്റ്റ് വിജയാണ്. ഞാൻ എപ്പോഴും എൻ്റെ ഫേസ്ബുക്കിലൊക്കെ 90% റിവ്യൂസ് ഇഷ്ടം പോലെ ആൾക്കാരുടെ റിവ്യൂസ് ഉണ്ട്. എനിക്ക് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഷോർട്ട് ഡ്രസ്സിക്കകത്ത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന കുറേ വീഡിയോസ് ഉണ്ട്. അങ്ങനെയുള്ള ഉണ്ടാക്കാനുള്ള എനിക്ക് കഴിവില്ല, എനിക്ക് അറിയത്തുമില്ല. ഞാൻ വളരെ സിമ്പിൾ വീഡിയോസ് ഉണ്ടാക്കിയിടാറുണ്ട്. അതാണ് റിവ്യൂസ്. നമ്മൾ ഒരു രോഗിയുടെ വേദന പ്രയാസം നന്നായി കഴിഞ്ഞ് പറയുന്ന ഒരു റിവ്യൂ, അവരുടെ അഭിപ്രായം. സോ നമ്മുടെ കൂടെ ഇവിടെ ഒരു മാഡം ഉണ്ട്. മാഡത്തിൻ്റെ അവസ്ഥ ഞാൻ ഡയറക്റ്റ് മാഡത്തോട് ചോദിക്കാം. ഇവിടെ വരുന്നതിന് മുമ്പ് എത്ര ഹോസ്പിറ്റൽസ് പോയി എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു മാറാത്ത അവസ്ഥയാകുമ്പോൾ ഇവിടെ വന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, എന്താ ഗുണം കിട്ടി. കാരണം ഇത് മാഡം പറയുന്ന കുറച്ച് സെൻറ്റൻസിൻ്റെ കാണാൻ മേ ബി കുറേ ആൾക്കാർ ഭാഷ വിടാൻ സാധ്യതയുണ്ട്. ഹൗ ബെനിഫിഷ്യൽ ഇസ് ഫിസിയോതെറപ്പി എന്തുമാത്രം ഗുണമുണ്ട്. നമ്മൾ മാഡം നേരെ ചോദിക്കാം, മാഡത്തിന് എന്ത് അവസ്ഥയായിരുന്നു, എവിടെയൊക്കെ പോയി എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്, ഇവിടെ വന്ന ശേഷം നമ്മൾ ഒരു സിമ്പിൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിൻ്റെ ഗുണം എന്താണ് നമുക്ക് നേരായിട്ട് മാഡം ചോദിക്കാം. ഹലോ, നമസ്കാരം. ഞാൻ സിന്ധു അനിൽകുമാർ. ഞാൻ ഖത്തറിൽ നിന്നാണ് വരുന്നത്. ഒരു 8 ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഇത് 9th പ്ലേസിലാണ് ഞാൻ ഇവിടെ എത്തിയത്. ഫസ്റ്റ് ഞാൻ എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റ് കിംസ് ഹോസ്പിറ്റലിൽ വന്നു. അവിടുത്തെ ഏറ്റവും ഫേമസ് ഓർത്തോ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, പൊക്കോളൂ, ഫിസിയോതെറാപ്പി ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. ഒരു ദിവസം ഫിസിയോതെറാപ്പി അവിടെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും എൻ്റെ സിംറ്റംസിന് ഒരു കൺട്രോളും ഇല്ല. വീണ്ടും അത് കൂടാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് ഡിസിനസ് ഉണ്ടാകുന്നുണ്ട് എനിക്ക്. അതുപോലെ തന്നെ ഒരു സൈഡിലോട്ട് തിരിയാൻ പറ്റത്തില്ല, ലെഫ്റ്റോ റൈറ്റോ ഒന്നും തിരിയാൻ പറ്റത്തില്ല. ഭയങ്കര സെൻസിറ്റീവാണ് ലൈറ്റിനോടും, സ്മെല്ല്, അതുപോലെ സൗണ്ട്. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാനിവിടെ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് എനിക്ക് കുറച്ചൊരു 20% ഞാൻ ഓക്കെ ആയി. പിന്നെ അവർ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ വിട്ടു വിത്ത് മെഡിസിനിൽ. അപ്പോൾ ആ മെഡിസിനൊക്കെ കഴിച്ചു. വീട്ടിൽ വന്നു. ഒരു 3 ദിവസം ആയപ്പോഴത്തേക്കും എനിക്ക് വീണ്ടും എൻ്റെ സിംറ്റംസ് എല്ലാം കൂടാൻ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ, നമ്മുടെ വിജയാസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഒരു 9 ദിവസം. അതിനുശേഷം ഒരു 50% ആയി. കുറച്ച് റിലീസായി കഴിഞ്ഞപ്പോൾ ഞാൻ ഡിസ്ചാർജ് ചെയ്ത് തന്നെ വീട്ടിൽ വിട്ടു വിത്ത് മെഡിസിനിൽ. അത് കഴിഞ്ഞ് ഒരു 3 days 4 days ഞാൻ വീട്ടിൽ റെസ്റ്റ് എടുത്തു. വീണ്ടും എൻ്റെ സിംറ്റംസ് പതുക്കെ കൂടാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇവിടെ വന്ന് ഡോക്ടറെ കാണും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന സമയത്തും എനിക്ക് ലെഫ്റ്റോ റൈറ്റോ ഒന്നും തിരിയാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. കണ്ണടച്ചാലും തുറന്നാലും എല്ലാം എനിക്ക് ഡിസിനസ്സാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ വന്ന് ഇപ്പം 9th ഡേയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇപ്പം എനിക്ക് ലെഫ്റ്റ് റൈറ്റ് എല്ലാം തിരിയാം, മുകളിലോട്ടും താഴോട്ടും എല്ലാം നോക്കാം. എനിക്ക് ഡിസിനസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ ഇപ്പം ഈ 9 ദിവസം കൊണ്ട് ഞാൻ 80% ഞാൻ ഓക്കെ ആയി. എനിക്ക് കൈയും കാലും ഒക്കെ എനിക്ക് പൊക്കുകയും അനക്കുകയും ഒക്കെ ചെയ്യാം, ഒരു പ്രശ്നമില്ല. അപ്പം ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും ഗൂഗിളിനകത്ത് കിടപ്പുണ്ട്, ഡോക്ടറുടെ അഡ്രസ്സ് എല്ലാം കിടപ്പുണ്ട്. ഞാൻ ഗൂഗിളിൽ ചെക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് വരാം. എന്നെ പറ്റുന്ന ഹെൽപ്പ് ഞാൻ ആര് വിളിച്ചാലും ചെയ്യാവുന്നതാണ്. താങ്ക് യു. ഞാൻ സ്പെഷ്യലി ഒരു കാര്യം പറയാനുണ്ട്. ഞാനായാലും ഈ ലോകത്ത് ഏത് ഡോക്ടറായാലും എപ്പോഴും ആ ഡോക്ടർ രോഗീനെ നന്നാക്കാനേ ശ്രമിക്കും. ഒരിക്കലും ഒരു ഡോക്ടർ രോഗീനെ കൊല്ലാൻ, ബാഡ് അവസ്ഥയാക്കാൻ ശ്രമിക്കത്തില്ല. എപ്പോഴും നന്നാക്കാനേ ശ്രമിക്കും. Always a doctor level do best to treat the patients. Never ever one doctor try to kill the patients. ഞാനും എൻ്റെ ലെവൽ മാക്സിമം ചെയ്ത് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇടുന്ന ഒരു കാണാൻ ഇത്രയേ ഉള്ളൂ. ഹൗ ഫിസിയോതെറപ്പി ഈസ് വാല്യുബിൾ. നല്ല ഫിസിയോതെറപ്പി ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. ഇഫ് യു ഡു ദ ഗുഡ് ഫിസിയോതെറപ്പി, നോ ഡൗട്ട് there is a very good result. As madam said, she was having very severe vertigo. Whenever she turned head like this, up and down, she was not able to sit properly, hand radiating pain. So she came to us. I just started my treatment by the grace of God. Today is 9th day and she is feeling more than 80-85% result. So thank you Lord, and please believe in physiotherapy. We can do level best. We will be back very soon with reviews and results. Till then, take care, stay healthy. Bye bye. Thank you.